Good morning. Good morning, Miss. Good morning, Miss. Good morning, Miss. വായിച്ചു നോക്കിയോ? കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത് വായിച്ചു നോക്കിയിട്ടുണ്ടോ? Yes, Miss. Yes, Miss. ഓക്കെ. ഒരാൾ പറയോ CSSD പ്രോസസ് എന്താണെന്നുള്ളത്? ആർക്ക് പറയാം? Ma'am, പറഞ്ഞു, ജോബി പറയൂ. CSSD എന്ന് പറയുന്നത് സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ആണ്. സർജറിക്ക് മുമ്പ് സർജറിക്ക് യൂസ് ചെയ്യേണ്ട എക്യുപ്മെന്റ്സ് ഡിസിൻഫെക്ഷൻ ആക്കി വെക്കുക എന്നാണ് ഇവരുടെ പർപ്പസ് എന്ന് പറയുന്നത്. ആഫ്റ്റർ സർജറി കഴിഞ്ഞാലും ഈ എക്യുപ്മെന്റ്സിനെ ഡിസിൻഫെക്ഷൻ ആക്കി അവര് കീപ്പ് ചെയ്യാറുണ്ട് നെക്സ്റ്റ് പേഷ്യന്റിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത് മെയിനായിട്ട് ഈ സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ് ഇത് കളക്ട് ചെയ്തിട്ട് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും എക്യുപ്മെന്റ്സ് കളക്ട് ചെയ്തിട്ട് അത് സ്റ്റെറൈൽ ചെയ്ത് തിരിച്ചു ഏൽപ്പിക്കുകയാണ് ഇവരുടെ ദൗത്യം എന്ന് പറയുന്നത്. ഇത് മെയിനായിട്ട് ഇവരിങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻസിന്റെ കെയറും സേഫ്റ്റിയും എൻഷുർ ചെയ്യുക എന്ന ദൗത്യത്തോടുകൂടിയാണ് ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ ജോബി പറഞ്ഞപ്പോ? ഇനി സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ മനസ്സിലായില്ലേ? സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സർജറിയിൽ ആ പങ്കുണ്ടാവുമല്ലോ, മുറിവുണ്ടാവുമല്ലോ, അവിടെ ഉണ്ടാവുന്ന ഇൻഫെക്ഷനെയാണ് സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു കേട്ടോ, ഒന്നുകൂടി ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇത്ര വരെ എടുത്തത് ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ് വരെ. ഈ ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എടുക്കാം കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ജനറൽ CSSD ഡിസൈൻ കൺസെപ്റ്റ് ആണ് അല്ലെ. 3 സോണുകളാണുള്ളത് അല്ലെ. സോയിൽഡ് സോൺ ഉണ്ട്, ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റെറൈൽ സോൺ ഉണ്ട്. സോയിൽഡ് സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? മലിനമായിട്ടുള്ള ഐറ്റംസ് അല്ലെ. ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ വെക്കുന്ന സ്ഥലത്തിനെയാണ് സോയിൽഡ് സോൺ എന്ന് പറയുന്നത്. അതുപോലെ ക്ലീൻ സോൺ ഉണ്ട് അല്ലെ. ക്ലീൻ സോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? സോയിൽഡ് സോണിൽ നിന്ന് ക്ലീൻ സോണിലേക്ക് മെറ്റീരിയൽസ് അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നത്, ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്തെങ്കിലും രക്തക്കറകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നത്? ക്ലീൻ ആക്കി കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ്? സ്റ്റെറൈൽ സോൺ ഉണ്ട് അല്ലെ. എന്താണ്? അണുവിമുക്തമാക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ആ സോണിക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഇവിടെ തടസ്സങ്ങൾ ഉണ്ട് അല്ലെ. ബരിയേഴ്സ് ഉണ്ട്. ബരിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തടസ്സങ്ങളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് തടസ്സങ്ങൾ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? ക്ലീൻ സോണിൽ നിന്നും സ്റ്റെറൈൽ സോണിലെയും ഐറ്റംസ് മിക്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട്. ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യങ്ങള്? നെക്സ്റ്റ് നോക്കാം. എന്തെങ്കിലും ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് പോർഷൻ ആണ് പ്ലാനിങ് ഓഫ് CSSD. CSSDയുടെ ഫുൾ ഫോം ഒന്നും ആരും മറക്കരുത്. 2 എസ്സുകൾ ഉണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകരുത് കേട്ടോ. ഓക്കെ. പ്ലാനിങ് ഓഫ് CSSD എന്താ പറയുന്നത്? ഫസ്റ്റ്, the materials or items from tainted എന്ന് പറഞ്ഞാൽ എന്താണ്? tainted മലിനമായ. ഓക്കെ. from tainted and germ-free area should not get mixed. എന്താ പറയുന്നത്? germ-free areas എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? germ-free areas എന്തായിരിക്കാം? germ-free areas എന്ന് പറഞ്ഞാല് ക്ലീൻഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അണുവിമുക്തമാക്കിയിട്ടുള്ള ഏരിയാസ് അല്ലെ. അപ്പോ നമ്മൾ എന്താണ്, നമ്മൾ കണ്ടു അല്ലെ, ഓരോ സോണുകൾ കണ്ടില്ലേ? അവിടെ എന്താണ്? ഒരു തടസ്സങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലെ. എന്താ പറയാ, ബരിയേഴ്സ് വെച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? 2 സോണിലെ, ക്ലീൻ സോണിലെ ആയാലും അതുപോലെ സ്റ്റെറൈൽ സോണിലെ ആയാലും ഐറ്റംസ് മിക്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിട്ട് അല്ലെ. ഇൻഫെക്ഷൻ ഉണ്ടാകുന്നത് കൊണ്ട് ഐറ്റംസ് 2 സോണിലെയും ഐറ്റംസ് തമ്മിൽ മിക്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിട്ട് തടസ്സങ്ങള് ഉണ്ട്. ഓക്കെ, അതാ പറയുന്നത്. നെക്സ്റ്റ് വരിയിൽ നോക്കാം. There should be physical fencing between soil, clean and sterile zone so that the risk of cross infection spread is reduced. അപ്പൊ എന്താ പറയുന്നത്? ഫിസിക്കൽ ഫെൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തടസ്സം. ഫെൻസിങ് എന്ന് പറഞ്ഞാല് തടസ്സം എന്നാണ് കേട്ടോ. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ.
ഫെൻസിങ് എന്ന് പറഞ്ഞാൽ തടസ്സങ്ങൾ അല്ലെ. ഇപ്പൊ സോയിൽഡ് സോണിലെ ഐറ്റംസും അതുപോലെ ക്ലീൻ സോണിലെയും ഐറ്റംസ് തമ്മിൽ മിക്സ് ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ എന്താണ് തടസ്സങ്ങൾ വെക്കുന്നുണ്ട് അല്ലെ, തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. എന്താവാതിരിക്കാനാണ്? ക്രോസ് ഇൻഫെക്ഷൻ അല്ലെ, ബാക്ടീരിയ വൈറസ് പോലുള്ളവ എന്താണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ ആവാൻ പടർന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് അത് റെഡ്യൂസ് ചെയ്യാനായിട്ടാണ് എന്ത് തടസ്സങ്ങള് സൃഷ്ടിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ ഇത്രയും പോയിന്റ്? ഓക്കെ. ഇനി എന്താ പറയുന്നത്? The floor should be smooth, non-skid and powerful. അവിടെയുള്ള ഫ്ലോർ എന്ന് പറഞ്ഞാൽ അറിയാലോ, ഫ്ലോർ അറിയില്ല എല്ലാവർക്കും. അപ്പൊ എന്താണ് ഫ്ലോർ എങ്ങനെയായിരിക്കണം എന്ന് പറയുന്നത്? സ്മൂത്ത് അല്ലെ, സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ എന്താണ് നോൺ സ്കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നോൺ സ്കിഡ്? നോൺ സ്കിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ലിപ്പ് ആവാതിരിക്കാൻ അല്ലെ, സ്ലിപ്പ് ആവാതിരിക്കാനുള്ള ഫ്ലോർ ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കേണ്ടത്. അതുപോലെ പവർഫുൾ ആയിട്ടുള്ള ഫ്ലോർ വേണം. ഫ്ലോറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സ്മൂത്ത്, അതുപോലെ നോൺ സ്കിഡ്, അതുപോലെ പവർഫുൾ. 3 കാര്യങ്ങളാണ് ഫ്ലോറിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ ആയാലേ 3 കാര്യങ്ങളും? ഫ്ലോർ എന്തായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം. അതുപോലെ എന്താണ് തെന്നിപ്പോവാതിരിക്കാൻ പറ്റാത്തതായിരിക്കണം അല്ലെ, തെന്നാതിരിക്കാൻ. പിന്നെന്താ പറയുന്നത്? പവർഫുൾ ആയിരിക്കണം. നെക്സ്റ്റ് സെന്റൻസ് നോക്കാം. The clean area should be sustained as positive pressures. എന്താ പറയുന്നത്? പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് ക്ലീനിങ് ഏരിയയിൽ ഉണ്ടായിരിക്കണം. പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ പ്രൊവൈഡ് ചെയ്യണം ക്ലീനിങ് ഏരിയയിൽ. ഓക്കെ. ഇനി എന്താ പറയുന്നത്? The areas of work should be made of marbles, granite, stainless steel. എന്താ പറയുന്നത്? ഏരിയ, ക്ലീനിങ് ഏരിയ അല്ലെ, അവിടുത്തെ ഏരിയ അല്ലെ, വർക്ക് ചെയ്യുന്ന ഏരിയാസ് എങ്ങനെയായിരിക്കണം പണിയേണ്ടത്? മാർബിൾസ് വെച്ചിട്ടോ അല്ലെങ്കിൽ ഗ്രാനൈറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റീൽ വെച്ചിട്ടോ ആയിരിക്കണം എന്ത് ചെയ്യേണ്ടത്? ഫ്ലോറിംഗ് നടത്തേണ്ടത്. അവിടുത്തെ ഏരിയകള് വർക്ക് ചെയ്യുന്ന ഏരിയാസ് പണിയേണ്ടത്. ക്ലിയർ ആയില്ലേ? മാർബിൾ വെച്ചിട്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഗ്രാനൈറ്റ്, അതുപോലെ അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ വെച്ചിട്ടായിരിക്കാം. ഇനി എന്താ പറയുന്നത്? The sterilization must be arranged for autoclaving by steam as well as by gas. എന്താ autoclaving കേട്ടിട്ടുണ്ടോ? autoclave എന്ന് പറഞ്ഞിട്ട് എന്താ autoclave അറിയോ? വെരി ഗുഡ്. സ്റ്റെറിലൈസ് ചെയ്യുന്ന അല്ലെ, അണുവിമുക്തമാക്കുന്ന മെഷീൻസ് അല്ലെ. അപ്പൊ ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെഷീൻ ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്? ചിലപ്പോ നമ്മള് എക്വിപ്മെന്റ്സ് ക്ലീൻ ചെയ്യുന്നത് അല്ലെ, സ്റ്റെറിലൈസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കാം? ചിലപ്പോ സ്റ്റീം അല്ലെങ്കിൽ ഗ്യാസ് വെച്ചിട്ടായിരിക്കാം നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. ഓരോ എക്വിപ്മെന്റ്സും സ്റ്റെറിലൈസ് ചെയ്യുന്നത് സ്റ്റീം ആയിരിക്കാം. സ്റ്റീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റീം എന്താ? ആവി അല്ലെ. ആവിയിൽ ചിലപ്പോ സ്റ്റെറിലൈസ് ചെയ്യാം. അതുപോലെ തന്നെ എന്താണ് ഗ്യാസ് യൂസ് ചെയ്തിട്ടും സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയോ? 2 രീതിയിലാണ് ഇപ്പൊ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ആവി ഉപയോഗിച്ച്, സ്റ്റീം ഉപയോഗിച്ചും അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗിച്ചിട്ടോ. അപ്പൊ സ്റ്റീം ഉപയോഗിച്ച് ചെയ്യുന്നതും ഗ്യാസ് ഉപയോഗിച്ച് ചെയ്യുന്നതൊക്കെ ഇനിയിപ്പം അടുത്ത പോർഷനിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം. അപ്പൊ എന്താണ് പ്ലാനിങ് ഓഫ് CSSD-യിൽ എന്തൊക്കെയാ പറഞ്ഞത്? നമ്മൾ പഠിച്ചു അല്ലെ, 3 സോണുകൾ പഠിച്ചു. സോയിൽഡ്, അതുപോലെ ക്ലീൻ സോൺ ഉണ്ട്, സ്റ്റെറിലൈസ് സോൺ ഉണ്ട് അല്ലെ. ഇവിടെ എന്താണ് മലിനമായ ഐറ്റംസ് വരുന്നത് ഏതിലാണ്? സോയിൽഡ് സോണിലാണ്. അതുപോലെ ആ ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീൻ സോണിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലെ. ഈ സോയിൽഡ് സോണും ക്ലീൻ സോണും സ്റ്റെറിലൈസ്ഡ് സോണും എന്താണ് ഒരേ സ്ട്രക്ചറിലല്ലേ പോകുന്നത്? യൂണി ഡയറക്ഷണൽ ഫ്ലോയിലാണ് പോകുന്നത്. അതൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ, മറന്നു പോകരുത്. പിന്നെന്താണ് ക്ലീൻ സോണിൽ നിന്ന് സ്റ്റെറൈൽ സോണിലേക്ക് പോകുന്നുണ്ട് അല്ലെ. അണുവിമുക്തമാക്കിയിട്ടാണ് ഓരോരോ ഡിപ്പാർട്ട്മെന്റിലേക്കും കൊടുക്കുന്നത്. അവിടെ എന്താണ് തടസ്സം ഉണ്ടല്ലേ, തടസ്സമുണ്ട്, ബരിയർ ഉണ്ട്. ബരിയർ എന്തിനു വേണ്ടിയിട്ടാണ്?
ഈ രണ്ട് സോണിലെയും സോയിൽ സോണിലെയും ക്ലീൻ സോണിലെയും ഐറ്റംസ് തമ്മിൽ മിക്സ് ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫെൻസിങ് വെച്ചിരിക്കുന്നത്. ഫെൻസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? തടസ്സം. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? എന്താണ് ക്രോസ് ഇൻഫെക്ഷൻ? ക്രോസ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ക്രോസ് ഇൻഫെക്ഷൻ മറ്റൊരാളിൽ നിന്ന് വേറൊരാളിലേക്ക് വൈറസ്, ബാക്ടീരിയ പോലുള്ളവ പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഫെൻസിങ് വെക്കുന്നത്. ഓക്കെ ഓക്കെ. പിന്നെന്താ പറയുന്നത്? അവിടെ ഫ്ലോറിന്റെ പ്രത്യേകത എന്തൊക്കെയായിരിക്കണം? സ്മൂത്ത് ആയിരിക്കണം, അതുപോലെ തെന്നിപ്പോവാത്തത് അല്ലെ, നോൺ സ്കിഡ്, അതുപോലെ എന്താണ് പവർഫുൾ ആയിരിക്കണം. പിന്നെന്താ? ക്ലീനിങ് ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കണം? പോസിറ്റീവ് അറ്റ്മോസ്ഫിയർ നൽകുന്ന തരത്തിലുള്ളതായിരിക്കണം. പിന്നെന്താ പറയുന്നത്? അവിടുത്തെ ഏരിയാസ് ഓഫ് വർക്കിംഗ് ഏരിയ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം പണിയേണ്ടത്, മെയ്ഡ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കണം? മാർബിൾ വെച്ചിട്ടോ ഗ്രാനൈറ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്റ്റീൽ വെച്ചിട്ടോ ആയിരിക്കണം പണിയേണ്ടത്. ക്ലിയർ ആയില്ലേ? പിന്നെന്താ പറയുന്നത്? സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് രണ്ട് രീതികളുണ്ടെന്ന് പറഞ്ഞില്ലേ? ഏതൊക്കെയാണത്? സ്റ്റീം ആൻഡ് ഗ്യാസ്. ഇത്രയും കാര്യങ്ങളാണ് പ്ലാനിങ് ഓഫ് CSSP പഠിക്കേണ്ടത്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണോ? ഒന്ന് വായിക്കണോ? വായിച്ചു നോക്കണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കി ഒരു 2 മിനിറ്റ് തരാം കേട്ടോ. വായിച്ചു നോക്കാം, ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. വായിച്ചു കഴിഞ്ഞെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ മിസ്സിനോട്. ഓക്കെ ആണോ മോളെ? ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ആണ് അല്ലെ ഫ്ലോ ചാർട്ട് അല്ലെ, ഫ്ലോ പാറ്റേൺ അല്ലെ, CSSBയുടെ ഫ്ലോ പാറ്റേൺ അല്ലെങ്കിൽ ഫ്ലോ ചാർട്ട്, വർക്ക് ഫ്ലോ എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ എന്താണ്? റെസിപ്റ്റ്. ആരോ മാർക്ക് നോക്കണം കേട്ടോ, സൂക്ഷിക്കണേ. ആരോ മാർക്ക് എങ്ങനെയാണ് പോയിരിക്കുന്നതെന്ന് ക്ലിയർ ആയിട്ട് നോക്കണം കേട്ടോ. അപ്പൊ എന്താണ് റെസിപ്റ്റ് അല്ലെ? റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസുകള് സ്വീകരിക്കുന്നു, റിസീവ് ചെയ്യുന്നു. ഓക്കെ, റെസിപ്റ്റ് മനസ്സിലായോ? റെസിപ്റ്റ് മനസ്സിലായല്ലോ? ഓക്കെ അല്ലെ? റെസിപ്റ്റ് എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും നമ്മള് ഐറ്റംസ് അല്ലെ ഈ CSPക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഐറ്റംസും റിസീവ് ചെയ്യുന്നുണ്ട്. അതാണ് റെസിപ്റ്റ്. ഇനി എന്താ പറയുന്നത്? അടിയിലേക്കാണ് പോയിരിക്കുന്നത് കേട്ടോ. ഏരോ ശ്രദ്ധിക്കണം കേട്ടോ. റിൻസിങ് അല്ലെ? നിങ്ങൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണി അലക്കുമ്പോ കാണാറില്ലേ റിൻസിങ്? കാണാറുണ്ടോ റിൻസിങ്? എന്തിനു വേണ്ടിയിട്ടാണ് റിൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? തുണി എന്താണ് എന്ത് ചെയ്യുന്നുണ്ട്? വാഷ് ചെയ്യുന്നുണ്ട് അല്ലെ? നമ്മൾ വെള്ളത്തിലിട്ട് അലക്കുന്നുണ്ട് അല്ലെ? അതാണ് റിൻസിങ് എന്ന് പറഞ്ഞാല് വാഷ് ചെയ്യുക. അപ്പൊ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസ് റിസീവ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? വാഷ് ചെയ്യുന്നുണ്ട്. റിൻസിങ് എന്ന് പറഞ്ഞാല് വാഷ് ചെയ്യുക. ഇനി നെക്സ്റ്റ് എന്താണ്? ക്ലീനിങ് അല്ലെ? നെക്സ്റ്റ് എന്താണ്? റിൻസിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലീനിങ് ആണ് അല്ലെ? അപ്പോ എന്താണ്? ഓരോ ഐറ്റംസും വ്യത്യസ്തമായിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും അല്ലെ? ചിലപ്പോൾ ചെറുതുണ്ടാവാം, ചിലപ്പോൾ വലുതുണ്ടാവാം. അപ്പൊ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ക്ലീൻ ആക്കണം. നമുക്ക് ക്ലീൻ ആക്കുന്നതിന് വേണ്ടിയിട്ട് എന്താണ്? പലതരത്തിലുള്ള ഡിറ്റർജന്റുകള്, അതുപോലെ എന്താണ്? ചിലപ്പോ വലിയ ബ്രഷ് വേണ്ടി വരും, ചിലപ്പോ ചെറിയ ബ്രഷ് വേണ്ടി വരും അല്ലെ? ഐറ്റംസിന്റെ സൈസ് അനുസരിച്ചിട്ട് വലിയ ബ്രഷ് ആവാം അല്ലെങ്കിൽ ചെറിയ ബ്രഷ് ആവാം. അപ്പൊ അങ്ങനെയുള്ള ബ്രഷൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ക്ലീൻ ചെയ്യുക. മനസ്സിലായോ? ഡിറ്റർജന്റും പലതരത്തിലുള്ള ബ്രഷുകളും ഉപയോഗിച്ച് ഓരോ എക്യുപ്മെന്റ്സും ക്ലീൻ ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയില്ലേ 3 കാര്യങ്ങള്?
ഇനി എന്താ പറയുന്നത് ഡ്രൈയിങ് അല്ലെ, ഉണക്കുന്നുണ്ടല്ലേ. ഓരോ ഐറ്റംസും ക്ലീൻ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈ ചെയ്യുന്നുണ്ട് അല്ലെ, ഉണക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ്. എന്താണ് ചെക്കിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മള് ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നാണല്ലേ ഓരോ ഐറ്റംസും റിസീവ് ചെയ്തെടുത്തത്. അപ്പോ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വാങ്ങിച്ച ഐറ്റംസുകൾ ഏതൊക്കെയാണ് അതെന്ത് ചെയ്യുന്നുണ്ട്, ചെക്ക് ചെയ്തിട്ട് ട്രേ മനസ്സിലായില്ലേ, അതിലെന്ത് ചെയ്യുന്നുണ്ട്, അസംബിൾ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ അല്ലേ അത്രയും കാര്യങ്ങള്. ഇനി എന്താ പറയുന്നത് സ്റ്റെറിലൈസേഷൻ. എന്താ പറയുന്നത് ഓരോ ഇതും അണുവിമുക്തമാക്കുന്നുണ്ട് അല്ലെ, ഓരോ ഐറ്റംസും അണുവിമുക്തമാക്കുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ലേബലിംഗ് ചെയ്യുന്നുണ്ട്. ലേബലിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ലേബലിംഗ് ഡേറ്റുകൾ. വെരി ഗുഡ്. എന്താ ഓക്കെ, ലേബൽ ചെയ്യുന്നുണ്ട്. എന്താ പറയുന്നത് എന്നാണ് ഈ ഐറ്റം അല്ലെങ്കിൽ ഈ എക്യുപ്മെന്റ്സ് സ്റ്റെറിലൈസ് ചെയ്തത്, ആ ഡേറ്റ് എഴുതി വെക്കാം. പിന്നെ എന്താ പറയുന്നത് ഏത് ഡേറ്റ് വരെയും ഈ ഐറ്റംസ് യൂസ് ചെയ്യാം. ഇപ്പൊ ഇന്ന് തൊട്ട് ചിലപ്പോ 10 ദിവസം വരെയൊക്കെ ചിലപ്പോൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്നാണ്, ഏത് ഡേറ്റിനാണ് സ്റ്റെറിലൈസ് ചെയ്തത്, ഏത് ദിവസം വരെ, എത്ര ദിവസം വരെ ഈ സ്റ്റെറിലൈസ് ചെയ്ത ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാം എന്നുള്ള കാര്യം എന്ത് ചെയ്യുന്നുണ്ട്, ലേബൽ ചെയ്ത് വെക്കുന്നുണ്ട്. അതാണ് ലേബലിംഗിൽ പറയുന്നത്. ക്ലിയർ ആയോ? എത്ര ദിവസം വരെ സ്റ്റെറിലൈസ് ചെയ്യാം, എന്നാണ് ഈ ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്തിരിക്കുന്നത്, ആ ഡേറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ലേബൽ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെന്താണ് നെക്സ്റ്റ് എന്താണ്, സ്റ്റോർ ചെയ്യുന്നു. അതിനുശേഷം എന്താണ് ഇഷ്യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഐറ്റംസ് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങള് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ, മാറിപ്പോവരുതാണ് ഇവിടെ ഇങ്ങോട്ട് നന്നായിട്ട് എഴുതി വരച്ച് പഠിക്കണം. എന്താ പറയുന്നത് CSSDയുടെ വർക്ക് ഫ്ലോ അല്ലേ നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് എന്താണ് ഇവിടെ പറഞ്ഞത്, റിസീപ്റ്റ് അല്ലെ, റിസീവ് ചെയ്യുന്നുണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്റ്റെറിലൈസ് ചെയ്യേണ്ട ഐറ്റംസുകള്, ഇൻസ്ട്രുമെന്റ്സുകൾ നമ്മൾ റിസീവ് ചെയ്തെടുക്കുന്നുണ്ട്, റിസീവ് ചെയ്യുന്നു. അതിനുശേഷം എന്താണ്, അത് റിൻസ് ചെയ്യുന്നു അല്ലെ, വാഷ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്നു അല്ലെ, ഡിറ്റർജന്റും പലതരത്തിലുള്ള ബ്രഷുകൾ അല്ലെ, പല സൈസിലുള്ള ബ്രഷുകളും യൂസ് ചെയ്തുകൊണ്ട് ആ ഐറ്റംസ് ക്ലീൻ ചെയ്തെടുക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഡ്രൈയിങ് ചെയ്യുന്നുണ്ട് അല്ലെ, ഉണക്കുന്നുണ്ട്. പിന്നെന്താ പറഞ്ഞത് ചെക്കിംഗ് ആൻഡ് ട്രേ അസംബ്ലിങ്. ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണോ ഈ ഐറ്റംസ് വാങ്ങിച്ചിരിക്കുന്നത് അത് ചെക്ക് ചെയ്യുന്നുണ്ട്, എത്ര എണ്ണം ഉണ്ട് അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാങ്ങിച്ച ഐറ്റംസ് എത്ര എണ്ണമാണുള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ട് ട്രേ എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്, അസംബിൾ ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെന്താ പറയുന്നത് സ്റ്റെറിലൈസേഷൻ നടത്തുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ലേബലിംഗ് ചെയ്ത് വെക്കുന്നു. എപ്പോഴാണ് ഇത് സ്റ്റെറിലൈസ് ചെയ്തത്, എന്നാണ്, പിന്നെ എത്ര വരെ ആണ് സ്റ്റെറിലൈസ് ചെയ്ത ഈ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ ലേബൽ ചെയ്തതിനു ശേഷം സ്റ്റോറേജ് ചെയ്യുന്നു. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, ഇഷ്യൂ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഡിസ്ട്രിബ്യൂഷൻ നടത്തുന്നുണ്ട്. ക്ലിയർ ആണോ ഫ്ലോ ചാർട്ട്? ഓക്കെ, ഡൗട്ട് ഒന്നുമില്ലല്ലോ. ഇനി എന്താണ് ഓർഗാനോഗ്രാം അല്ലേ, എന്താണ്, എന്താ പറഞ്ഞത് ഓർഗാനോഗ്രാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഓർഗാനോഗ്രാം ഹൈറാർക്കി. ഓക്കെ, വെരി ഗുഡ്. ഹൈറാർക്കി ഫസ്റ്റ് കണ്ടോ നിങ്ങൾ, ടോപ്പ് ടു ബോട്ടം ആണല്ലേ ഇതിന്റെ ഹൈറാർക്കി പോയിരിക്കുന്നത്. ഓരോ ആളുകൾ ഏത് പൊസിഷനിലാണ് ഒരാളുകൾ ഇരിക്കുന്നത് എന്നുള്ള കാര്യമാണ് അല്ലെ. എന്താ ഫസ്റ്റ് വരുന്നത് ആരാണ്, CSSD ഇൻചാർജ് ഫോർ മാനേജർ ആയിരിക്കാം ഫസ്റ്റ് പൊസിഷനിൽ ഇരിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് തൊട്ട് താഴെ ആരായിരിക്കാം, CSSD ടെക്നീഷ്യൻസ് ഉണ്ടാവും. അവർക്ക് തൊട്ട് താഴെ ആരായിരിക്കാം, CSSD അസിസ്റ്റൻസ്. പിന്നെ ആരായിരിക്കാം, ക്ലർക്ക്, സ്റ്റോർ കീപ്പേഴ്സ്. പിന്നെ ഏറ്റവും അടിയിലായിട്ട് ആരായിരിക്കാം, ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള്. മറക്കരുത്, ഫസ്റ്റ് പൊസിഷനിൽ ആരാണ്, ഇൻചാർജുകൾ അല്ലെങ്കിൽ മാനേജർമാരായിരിക്കാം. അതിന് താഴെ ടെക്നീഷ്യൻസ് ഉണ്ടാവും. അതിന് താഴെ ആരായിരിക്കാം, അസിസ്റ്റൻസ്. അതുപോലെ അതിന് താഴെ ആരായിരിക്കാം, സ്റ്റോർ കീപ്പേഴ്സ്. പിന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകള്.
അപ്പൊ ഇതിന്റെ ഓർഡർ തെറ്റിച്ചൊക്കെ തരാം നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ഓർഡർ മാറിപ്പോകരുത്, എഴുതി വെച്ച് പഠിക്കുക. ഫ്ലോ ചാർട്ട് ആയാലും ഓർഗാനോഗ്രാം ആയാലും ഇമ്പോർട്ടന്റ് ആണ്, ഒന്നും ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ്. ഏതിനും ക്വസ്റ്റ്യൻസ് വരാം, ഏതിനും വരാം ക്വസ്റ്റ്യൻസ്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSSD. കണ്ടോ, സ്ട്രക്ചറിലല്ലേ പോകുന്നത്? ഈ മാർക്ക് കണ്ടോ, ഒരു ഡയറക്ഷനിലാണ് പോകുന്നത് അല്ലെ. പിന്നെ എന്താ പറയുന്നത്? ഏതൊക്കെ ഫങ്ഷൻ അല്ലെ, ഏതൊക്കെ ഏരിയാസിലൂടെയാണ് CSSD പ്രോസസ്സിംഗ് നടക്കുന്നത്? നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്താണ്? റിസീവിംഗ് ഏരിയാസ് അല്ലെ. റിസീവിംഗ് ഏരിയാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ ഡിപ്പാർട്ട്മെന്റിലും നമ്മൾ ഇത് ചെയ്യുന്നുണ്ട്, ഐറ്റംസ് റിസീവ് ചെയ്യുന്നുണ്ട്. അതാണ് റിസീവിംഗ് ഏരിയ. അത് പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലീനിങ് ഏരിയയിലോട്ട് പോകും. ഓരോ സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ആയിട്ടല്ലേ കൊടുത്തിരിക്കുന്നത്. ഇപ്പോ എന്താണ്, റിസീവിംഗ് ഏരിയയിൽ നിന്ന് എന്താണ് ഐറ്റംസ് സ്വീകരിക്കുക മാത്രം ചെയ്യുന്നുള്ളൂ. അത് തിരിച്ച് ഡിപ്പാർട്ട്മെന്റിലേക്ക്, അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നത് ഏതിലൂടെയാണ്? ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലൂടെ ആയിരിക്കും. അല്ലാതെ എന്താണ് റിസീവിംഗ് ഏരിയയിൽ നിന്ന് സ്വീകരിച്ച് പിന്നെയും തിരിച്ചു കൊടുക്കുന്നത് റിസീവിംഗ് ഏരിയയിൽ കൂടി ആയിരിക്കില്ല, സെപ്പറേറ്റ് കൗണ്ടർ ആയിരിക്കും കേട്ടാ, മറക്കരുത് കേട്ടോ. അപ്പോ റിസീവിംഗ് ഏരിയയ്ക്കും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയ്ക്കും സെപ്പറേറ്റ് കൗണ്ടേഴ്സ് ആയിരിക്കും കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞത് മിസ്? ഓക്കെ ആണോ? ഓക്കെ ആണോ? റിസീവിംഗ് ഏരിയയുടെയും ഡിസ്ട്രിബ്യൂഷൻ ഏരിയയുടെയും ആ കൺസെപ്റ്റ് പറഞ്ഞത്. ഐറ്റംസ് സ്വീകരിക്കുന്നത് റിസീവിംഗ് ഏരിയയിലൂടെ ആയിരിക്കും. അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെ, ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്തൊക്കെ കൊടുക്കുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഏരിയയിലൂടെ ആയിരിക്കും, റിസീവിംഗ് ഏരിയയിലൂടെ തന്നെ ആയിരിക്കില്ല. വാങ്ങിക്കലും കൊടുക്കുന്നതും ഒരേ ഏരിയയിലൂടെ തന്നെ ആയിരിക്കില്ല കേട്ടോ. ഓക്കെ, പിന്നെന്താ പറയുന്നത്? ക്ലീനിങ് ഏരിയ, അതുപോലെ എന്താണ് പാക്കിംഗ് ഏരിയ ഉണ്ട്, സ്റ്റെറിലൈസേഷൻ ഏരിയ ഉണ്ട്, സ്റ്റോറേജ് ഏരിയ ഉണ്ട്, പിന്നെ ലാസ്റ്റ് ആണ് ഡിസ്ട്രിബ്യൂഷൻ ഏരിയ വരുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഓരോ ഇൻസ്ട്രുമെന്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആയില്ലേ? നമുക്ക് ഈ ഫ്ലോ ചാർട്ടും പഠിക്കണം കേട്ടോ, എന്താണെന്നുള്ളത് എഴുതി വെച്ച് തന്നെ പഠിക്കണേ, മാറിപ്പോവരുത്, അങ്ങോട്ട് ഇങ്ങോട്ട് മാറിപ്പോവരുത്. 3 കാര്യങ്ങളാണ് എഴുതി വെച്ച് പഠിക്കാനുള്ളത്. വർക്ക് ഫ്ലോ പഠിക്കണം, അതുപോലെ ഓർഗാനോഗ്രാം പഠിക്കണം, ഫങ്ഷണൽ ഏരിയാസ് അറ്റ് CSSD. 3 കാര്യങ്ങളാണ് കേട്ടോ. ഇനി എന്താ പറയുന്നത്? ഫസ്റ്റ് നമുക്ക് നോക്കാം, റിസീവിംഗ് ഏരിയ. Items used from several departments of the hospital are transferred to CSSD for cleaning and sterilization. അല്ലെ, ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഓരോ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ടല്ലേ ഓരോ ഹോസ്പിറ്റലിനും. അപ്പൊ എന്താണ്, ഓരോ ഹോസ്പിറ്റലിലും സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. അവിടെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെ എന്തായിരിക്കാം? ഡിഫറെന്റ് ആയിരിക്കാം. അപ്പൊ സെവറൽ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും കൊണ്ടുവരുന്ന ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്? CSSD ആയ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്ത് സ്റ്റെറിലൈസേഷൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അണുവിമുക്തമാക്കി അതാത് ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഇനി എന്താ പറയുന്നത്? പ്രിഫറബിളി the items which get stained. Stained എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? Stained കറ പറ്റിയ എന്നൊക്കെ പറയില്ലേ നമ്മള്, അതാണ് സ്റ്റെയിൻഡ് എന്ന് പറഞ്ഞാല്. സ്റ്റെയിൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മലിനമായ കേട്ടോ. അപ്പോ സ്റ്റെയിൻഡ് കറ പറ്റിയ, with blood or body fluid should be decontaminated with the sodium hydrochloride solution in the user department itself before sending to CSSD. എന്താ പറയുന്നത്? നമ്മളിപ്പോ ഒരു ഓപ്പറേഷൻ തിയേറ്ററില് ഇപ്പൊ ഒരു രോഗിയെ എന്താണ് സർജറി ചെയ്യുകയാണെങ്കിൽ ആ എക്യുപ്മെന്റ്സ് അല്ലെ, കുറെ എക്യുപ്മെന്റ്സ് നമ്മൾ യൂസ് ചെയ്യും അല്ലെ, ആ എക്യുപ്മെന്റ്സിലൊക്കെ ബ്ലഡിന്റെ കറയോ അല്ലെങ്കിൽ എന്താണ് ബോഡി ഫ്ലൂയിഡ് ഒക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് ആ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ, അതാണ് പറയുന്നത് ഇറ്റ് സെൽഫ് അല്ലെ, യൂസർ ഡിപ്പാർട്ട്മെന്റ് ഇറ്റ് സെൽഫ്, അതാത് ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം? ഡീകണ്ടാമിനേറ്റഡ് ആക്കണം. മനസ്സിലായോ പറഞ്ഞത്?
ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററില് ഒരു രോഗിയെ സർജറി ചെയ്യുകയാണെങ്കിൽ നമ്മള് കുറെ ഐറ്റംസ് അല്ലെ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യും. അപ്പൊ എന്തുണ്ടാവും, ആ ഇൻസ്ട്രുമെന്റ്സിൽ കറയോ ബ്ലഡ് ബോഡിയുടെ ഫ്ലൂയിഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ച് തന്നെ അതെന്ത് ചെയ്യണം, ഡീകണ്ടാമിനേഷൻ ചെയ്യണം. എന്നിട്ട് വേണം CSSDക്ക് ആ ഐറ്റം ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. ക്ലിയർ ആയില്ലേ? അത് എങ്ങനെയാണ് ഡീകണ്ടാമിനേറ്റ് ചെയ്യുന്നത്? സോഡിയം ഹൈഡ്രോക്ലോറൈഡ് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ടാണ് ഡീകണ്ടാമിനേറ്റ് ആക്കുന്നത്. ക്ലിയർ ആയോ അത്രയും കാര്യം? ഒരു ഡിപ്പാർട്ട്മെന്റിൽ യൂസ് ചെയ്തിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ, അപ്പോ എന്താ ചിലപ്പോ അവിടെ ആ എക്യുപ്മെന്റ്സില് ബ്ലഡ് ഉണ്ടാവാം, ബോഡിയുടെ ഫ്ലൂയിഡ് ഒക്കെ ആയിട്ടുണ്ടാവാം. അപ്പോ ആ ഡിപ്പാർട്ട്മെന്റിൽ വെച്ച് തന്നെ അത് ഡീകണ്ടാമിനേഷൻ ചെയ്തിട്ട് വേണം CSDക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാൻ. അതെങ്ങനെയാണ് ഡീകണ്ടാമിനേഷൻ ചെയ്യേണ്ടത്? സോഡിയം ഹൈപ്പോക്ലോറേറ്റ് സൊല്യൂഷൻ വെച്ചിട്ട്. ക്ലിയർ ആയില്ലേ? ഇനി എന്താ പറയുന്നത്? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The accepting area എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിസീവിംഗ് ഏരിയ കേട്ടോ. Accepting area of CSSD should have entry to outside through the window with the counter. നമ്മള് റിസീവ് ചെയ്യും അല്ലെ, റിസീവിംഗ് ഏരിയയില് ഓരോ ഡിപ്പാർട്ട്മെന്റ്സിൽ നിന്നും ഐറ്റംസ് എന്ത് ചെയ്യും, റിസീവ് ചെയ്യും, സ്വീകരിക്കും. അത് ഏതിലൂടെയാണ്? അവിടെ ഒരു വിൻഡോ ഉണ്ടാവും, പ്രത്യേക രീതിയിലുള്ള ഒരു കൗണ്ടർ ഉണ്ടാവും. ഓക്കെ, കൗണ്ടറിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഐറ്റംസ് സ്വീകരിക്കുന്നത്. വിൻഡോയിലൂടെയാണ്. ക്ലിയർ ആയില്ലേ? വിൻഡോയില് അവിടെ വിൻഡോ ഉണ്ടാവും, പ്രത്യേകമായിട്ടൊരു കൗണ്ടർ ഉണ്ടാവും. ആ കൗണ്ടറിലൂടെയാണ് ഐറ്റംസ് ഈ CSDക്ക് റിസീവ് ചെയ്തെടുക്കുന്നത്. ക്ലിയർ ആയോ? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് പോയിന്റ് നോക്കാം. The items should be counted and received അല്ലെ. നമ്മള് ഓരോ വിൻഡോയിൽ നിന്ന് കൗണ്ടറിൽ, പ്രത്യേക കൗണ്ടറിൽ നിന്ന് അങ്ങനെ ചെയ്യും, ഐറ്റംസ് സ്വീകരിക്കും. എന്നിട്ട് ഫസ്റ്റ് എന്ത് ചെയ്യും, അത് കൗണ്ട് ചെയ്യും, എണ്ണി തിട്ടപ്പെടുത്തും അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റംസ് എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യും. അതിനുശേഷമാണ് ആ ഉള്ളിലേക്ക് അത് സ്വീകരിക്കുന്നത്. ഇനി എന്താണ്? Subsequently the instruments are examined and unsharpened instruments are sought out or disposed of. എന്താണ്? ചില ഐറ്റംസ് അല്ലെ, കത്രിക അങ്ങനെയുള്ള കുറെ ഐറ്റംസ് ഉണ്ടാവുമല്ലോ കൊണ്ടുവരുമ്പോ. ചിലപ്പോ എന്താണ്, ചിലത് വളഞ്ഞിരിക്കുന്നുണ്ടാവും, അറ്റമൊക്കെ ചിലപ്പോ വളഞ്ഞിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്താണ് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാവും, ചിലപ്പോ ഒടിഞ്ഞു പോയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ഡിസ്പോസ് അല്ലെ, കളയുന്നുണ്ട് അല്ലെ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയതെടുക്കുന്നുണ്ട്. അപ്പൊ എന്താണ് പറയുന്നത്, ആ ഇൻസ്ട്രുമെന്റ്സ് അല്ലെ, ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആദ്യം ഒന്ന് നിരീക്ഷിക്കുന്നുണ്ട് അല്ലെ, എക്സാമൈൻ ചെയ്ത്. അത് ഒടിഞ്ഞിരിക്കുന്നുണ്ടോ, ചിലപ്പോ കത്രികയുടെ അറ്റമൊക്കെ ചിലപ്പോ വളഞ്ഞിരിക്കാം, ചിലപ്പോ ഒടിഞ്ഞു പോയിട്ടുണ്ടാവും അറ്റം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള് ചിലപ്പോ എന്താണ്, മൂർച്ചൊന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവരത് സോർട്ട് ചെയ്തിട്ട് അത് ചിലപ്പോൾ ഡിസ്പോസ് ചെയ്ത് കളയും. ക്ലിയർ അല്ലേ? Necessary entries to the accepted items are made in recorded. അപ്പൊ എന്താണ് പറയുന്നത്, സ്വീകരിച്ച ഐറ്റംസിന്റെ അല്ലെ, നമ്മൾ ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്വീകരിച്ച ഐറ്റംസ് എന്ത് ചെയ്യണം, റെക്കോർഡ് ചെയ്ത് വെക്കണം. Afterwards the items are transferred to cleaning area. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യുന്നു, നെക്സ്റ്റ് ഏരിയയിലേക്ക് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. നെക്സ്റ്റ് ഏരിയ ഏതാണ്? ക്ലീനിങ് ഏരിയ അല്ലെ. ക്ലീനിങ് ഏരിയയിലോട്ട് ഐറ്റംസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് റിസീവിംഗ് ഏരിയയില് ചെയ്യുന്നത്. എന്തൊക്കെയാണ്? നമ്മൾ ആദ്യം പറഞ്ഞു അല്ലെ, കുറെ ഡിപ്പാർട്ട്മെന്റ്സ് ഉണ്ട്. ഓരോ ഡിപ്പാർട്ട്മെന്റ്സിനും ഐറ്റംസ് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ചെയ്യാനും സ്റ്റെറിലൈസ് ചെയ്യാനുമായിട്ടാണ് റിസീവിംഗ് ഏരിയയിൽ അല്ലെങ്കിൽ ആ ഏരിയയിലോട്ട് സ്വീകരിക്കുന്നത്, ഐറ്റംസ് സ്വീകരിക്കുന്നത്. എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്? ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടും സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും. അപ്പൊ ഐറ്റംസ് സ്വീകരിച്ചു. അതിനുശേഷം എന്താ ചെയ്യുന്നത്, എന്താണ്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണെങ്കിൽ അതിനകത്ത് ചിലപ്പോൾ ബ്ലഡുകൾ ഉണ്ടാവാം അല്ലെ, കറകൾ ഉണ്ടാവാം, അതുപോലെ എന്താണ്, ബോഡി ഫ്ലൂയിഡ് ഒക്കെ പറ്റി പിടിച്ചിട്ടുണ്ടാവാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ
ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം, ഡീകണ്ടാമിനേറ്റ് ചെയ്തതിനു ശേഷം മാത്രമാണ് CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. അത് ഡീകണ്ടാമിനേഷൻ ചെയ്യുന്നത് ഏത് വിധത്തിലായിരിക്കണം? സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ വഴിയായിരിക്കണം അത് ഡീകണ്ടാമിനേഷൻ നടത്തേണ്ടത്. പിന്നെന്താ പറയുന്നത്, ഐറ്റംസ് സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കണം? പ്രത്യേക കൗണ്ടർ ഉണ്ടാവും അല്ലെ, വിൻഡോ ഉണ്ടാവും, അതിന്റെ അവിടെ എന്തുണ്ടാവും, കൗണ്ടേഴ്സ് ഉണ്ടാവും. കൗണ്ടറിലൂടെയാണ് ഐറ്റംസ് ഉള്ളിലേക്ക് അവർ സ്വീകരിക്കുന്നത്. പിന്നെ എന്തുണ്ടാവും, ഐറ്റംസ് സ്വീകരിച്ചിട്ട് ആദ്യം എന്ത് ചെയ്യും, എത്ര എണ്ണം ഉണ്ടെന്ന് കൗണ്ട് ചെയ്യും, എന്നിട്ടാണ് അത് ഉള്ളിലേക്ക് അത് സ്വീകരിക്കുന്നത്. പിന്നെ എന്താ പറയുന്നത്, ആദ്യം എന്ത് ചെയ്യുന്നുണ്ട്, എക്സാമൈൻ ചെയ്യുന്നുണ്ട് അല്ലെ, നിരീക്ഷിക്കുന്നുണ്ട്. എന്താണ്, ചിലപ്പോ കത്രികയുടെ അറ്റമൊക്കെ വളർത്തിട്ടുണ്ടാവാം, അതുപോലെ എന്താണ് ചിലപ്പോ ചില സാധനങ്ങൾ ഒടിഞ്ഞു പോയിട്ടുണ്ടാവാം, ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടാവാം. അപ്പൊ പിന്നെന്താ, ഷാർപ്പർ ഇടുന്നുണ്ടെങ്കിൽ എന്താണ് മൂർച്ചയില്ലാത്തതാവാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അതെന്ത് ചെയ്യുന്നുണ്ട്, ഡിസ്പോസ് ചെയ്യുന്നുണ്ട് അല്ലെ, കളയുന്നുണ്ട്. അതിനുശേഷം അത് എത്ര ഐറ്റംസ് ഉണ്ടെന്നുള്ളത് റെക്കോർഡ് ചെയ്ത് വെക്കണം. ആഫ്റ്റർ അല്ലെ, പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, ക്ലീനിങ് ഏരിയയിലോട്ട് ഈ ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? റിസീവിംഗ് ഏരിയ ഓക്കെ ആണോ? ഓക്കെ, ഒന്ന് വായിച്ചു നോക്കട്ടോ. ഇപ്പൊ ഞാൻ അടുത്തത് പറയുമ്പോ മാറിപ്പോകരുത് കേട്ടോ, എന്തെങ്കിലുമൊക്കെ വായിച്ചു നോക്കിയിട്ട് മിസ്സിനോട് പറയട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലെങ്കിൽ അടുത്തത് എടുക്കാം മിസ്. ചാപ്റ്റർ എളുപ്പമാണ് ഈ ചാപ്റ്റർ. നിങ്ങൾ ഇത്തിരി ശ്രദ്ധിച്ചിരുന്നാല് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കേട്ടോ. ശ്രദ്ധിച്ചിരിക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും പോകരുത്. ഓണാക്കി വെച്ചിട്ട് ഒരേ കാര്യങ്ങള് ഒന്നിനോടൊന്ന് യോജിച്ചതാണ്. അപ്പൊ പിന്നെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ കിട്ടില്ല. വായിച്ചു നോക്കിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കും, മിസ് പറഞ്ഞത്. ക്ലിയർ ആയോ? എടുക്കട്ടെ എന്നാ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ് രണ്ടാമത്തെ ഏരിയ ആണ് എന്ത്, ക്ലീനിങ് ഏരിയ. ക്ലീനിങ് ഏരിയ ഒന്നും കൂടി പറയണോ? ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. എന്താണ് റിസീവിംഗ് ഏരിയയിൽ നമ്മൾ എന്താണ് ഓരോ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ഇൻസ്ട്രുമെന്റ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്വീകരിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് സ്വീകരിക്കുന്നത്, ക്ലീൻ ചെയ്യാനും അതുപോലെ സ്റ്റെറിലൈസേഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റിനും ഐറ്റംസ് സ്വീകരിക്കുന്നത്. ഇനി എന്താണ് പറയുന്നത്, ഇപ്പൊ ഓപ്പറേഷൻ തിയേറ്ററിലൊക്കെ നമ്മൾ എന്താണ് ഐറ്റംസ് യൂസ് ചെയ്യുമ്പോൾ അല്ലെ, സർജറിക്ക് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എന്താണ് ബ്ലഡിന്റെ കറകൾ ഉണ്ടാവാം, അതുപോലെ എന്താണ് ബോഡിയിൽ ഫ്ലൂയിഡും ഉണ്ടാവാം ചിലപ്പോൾ ചില ഐറ്റംസിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണ് ആ ഓപ്പറേഷൻ തിയേറ്ററിൽ വെച്ച് തന്നെ എന്ത് ചെയ്യണം, ഡീകണ്ടാമിനേഷൻ നടത്തിയിട്ട് വേണം CSSD ഡിപ്പാർട്ട്മെന്റിലേക്ക് ആ ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അപ്പോൾ ഡീകണ്ടാമിനേഷൻ നടത്തുന്നത് എങ്ങനെയാണ്, ഓപ്പറേഷൻ തിയേറ്ററിൽ ഇപ്പോൾ ഡീകണ്ടാമിനേഷൻ നടത്തണമെന്ന് പറഞ്ഞല്ലോ, അത് ഏത് വഴിയാണ്, സോഡിയം ഹൈപ്പോക്ലോറൈറ്റ് സൊല്യൂഷൻ വഴിയാണ് ഈ ഡീകണ്ടാമിനേഷൻ നടത്തുന്നത്. അതിനുശേഷമാണ് ഈ സപ്പോർട്ടിംഗ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ CSSDയിലോട്ട് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി എന്താ പറയുന്നത്, അവിടെ ഐറ്റംസ് ആ റിസീവിംഗ് ഏരിയയിൽ ഐറ്റംസ് സ്വീകരിക്കുന്നത് എങ്ങനെയായിരിക്കാം, പ്രത്യേകമായിട്ടൊരു വിൻഡോ ഉണ്ടാവാം, പ്രത്യേക കൗണ്ടർ ഉണ്ട്. ആ കൗണ്ടറിലൂടെയാണ് അവര് ഐറ്റംസ് സ്വീകരിക്കുന്നത്. ആദ്യം എന്ത് ചെയ്യും, ആദ്യം എണ്ണി തിട്ടപ്പെടുത്തും അല്ലെ, കൗണ്ട് ചെയ്യും. അതുപോലെ
അതിനുശേഷമാണ് ഉള്ളിലേക്ക് ഐറ്റംസ് സ്വീകരിക്കുന്നത്. പിന്നെ എന്താണ് ഇൻസ്ട്രുമെന്റ്സ് റിസീവ് ചെയ്തതിനു ശേഷം അത് എക്സാമിൻ ചെയ്യൽ, നിരീക്ഷിക്കൽ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഐറ്റംസിന്, ഇരിക്കുന്നുണ്ടോ, അതിന്റെ അറ്റം എന്താണ് ഒടിഞ്ഞു പോയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്താണ് മൂവ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചിട്ട് എന്താണ് ചീത്ത ആയിട്ടുള്ള സാധനങ്ങൾ എന്ത് ചെയ്യുന്നു, ഡിസ്പോസ് ചെയ്ത് കളയുന്നുണ്ട്. പിന്നെ എന്താ പറയുന്നത്, ഈ ഐറ്റംസ് അല്ലെ നമ്മൾ സ്വീകരിച്ച ഐറ്റംസ് എത്ര എണ്ണം ഉണ്ടെന്ന് റെക്കോർഡ് ചെയ്ത് വെക്കണം. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്തതിനു ശേഷമാണ് നെക്സ്റ്റ് ഏരിയ ക്ലീനിങ് ഏരിയയിലോട്ട് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ക്ലീനിങ് ഏരിയ. രണ്ടാമത്തെ ഏരിയ ആണ് ക്ലീനിങ് ഏരിയ എന്ന് പറയുന്നത്. നോക്കാം. Here the instruments are cleaned either manually or by using machines. അല്ലെ, ചിലപ്പോ ചില ഐറ്റംസ് മാനുവലി കൈകൊണ്ട് നമുക്ക് കഴുകാൻ പറ്റും, അതുപോലെ എന്താണ് മിഷൻസ് യൂസ് ചെയ്തുകൊണ്ട് കഴുകാൻ പറ്റും. അപ്പൊ രണ്ട് തരത്തിലും ക്ലീൻ ചെയ്യാം ഇൻസ്ട്രുമെന്റ്സ്, മാനുവലി അല്ലെങ്കിൽ മിഷൻസ് യൂസ് ചെയ്തിട്ട്. ഇതെന്താ പറയണത്, ഫോർ മാനുവൽ വാഷിംഗ് വിത്ത് വാഷർ സപ്ലൈ ഡിറ്റർജൻസ് ആൻഡ് ബ്രഷസ് ഓഫ് മെനി size and shape are needed in the area. പറഞ്ഞില്ലേ ഞാൻ, ഓരോ എക്യുപ്മെന്റ്സ് ഉണ്ടാവും. ആ എക്യുപ്മെന്റ്സ് പല പല ഷേപ്പിലുള്ളതായിരിക്കാം. അപ്പൊ എന്താണ്, പല ഷേപ്പിലുള്ള ബ്രഷുകള്, പല സൈസിലുള്ള ബ്രഷുകള് വെച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ എന്താണ് ഡിറ്റർജന്റ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം. അതുപോലെ എന്താണ് വാട്ടർ സപ്ലൈ ആവശ്യമാണ് അല്ലെ, വാട്ടർ ഇല്ലെങ്കിൽ പറ്റില്ലല്ലോ ഐറ്റംസ് കഴുകാനായിട്ട്. അപ്പൊ എന്താണ് മാനുവലി അല്ലെ, കൈകൊണ്ടൊക്കെ കഴുകുന്നതിന് എന്തൊക്കെ ആവശ്യമായിട്ട് വരും, വാട്ടർ സപ്ലൈ വേണം, ഡിറ്റർജന്റ് വേണം, അതുപോലെ തന്നെ പല ഷേപ്പിലും സൈസിലുമുള്ള ബ്രഷും ആവശ്യമാണ്. ക്ലിയർ ആയില്ലേ? കൈകൊണ്ട് നമ്മള് മിഷൻസ് അല്ലെ, ഓരോ മിഷൻസ് അല്ല ഓരോ ഐറ്റംസ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ആവശ്യം ആണ് എന്നുള്ളതാണ് കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്, വാട്ടർ അല്ലെ, വാട്ടർ സപ്ലൈ വേണം, അതുപോലെ എന്താണ് ഡിറ്റർജന്റ് വേണം, പലതരത്തിലുള്ള പല ഷേപ്പിലുള്ള പല സൈസിലുള്ള ബ്രഷുകളും ആവശ്യമാണ്. ഓക്കെ ആയില്ലേ? നെക്സ്റ്റ് എന്താണ് പോയിന്റ്, അൾട്രാസോണിക് വാഷർ ഈസ് എ മെഷീൻ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ ക്ലീനിങ് സർജിക്കൽ ടൂൾസ്. അൾട്രാസോണിക് വാഷർ എന്താ പറയുന്നത്, ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അൾട്രാസോണിക് വാഷർ എന്ന് പറഞ്ഞാല് ഒരു മെഷീൻ ആണ് അല്ലെ. അതെന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, ക്ലീനിങ് സർജിക്കൽ ടൂൾസ്. ഇമ്പോർട്ടന്റ് ആണ്, അടിയിൽ വരച്ചു വെക്കാം. ഓക്കെ, അപ്പൊ എന്താണ്, സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ. ഓക്കെ, ക്വസ്റ്റ്യൻ വരാം കേട്ടോ. ഇനി എന്താ പറയുന്നത്, ഇറ്റ് ടേൺസ് ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് into mechanical vibration that makes small bubbles that burst on the internal surface of the tools and move the waste particles. എന്താ പറയുന്നത്, ഓരോ മിഷനിലും പറഞ്ഞു അല്ലെ, ചിലപ്പോ ഫിലിപ്പിന്റെ കറകള്, അതുപോലെ എന്താണ് ചിലപ്പോ എന്താണ് ഫ്ലൂയിഡുകള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ ഓരോ ഇൻസ്ട്രുമെന്റ്സിലും. അപ്പോ അങ്ങനെയുള്ള ഇൻസ്ട്രുമെന്റ്സ് വാഷ് ചെയ്ത് ഈ അൾട്രാസോണിക് വാഷർ ഉപയോഗിച്ചാണ് അല്ലെ അത് വാഷ് ചെയ്യുന്നത് ക്ലീനിങ് ഏരിയയിൽ കേട്ടോ. ക്ലീനിങ് ഏരിയയിൽ യൂസ് ചെയ്യുന്ന മെഷീനാണ് അല്ലെ, സർജിക്കൽ ടൂൾസ് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന മെഷീനാണ് അൾട്രാസോണിക് വാഷർ. ഓക്കെ, മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ ഈ അൾട്രാസോണിക് വാഷർ ഉപയോഗിച്ച് യൂസ് ചെയ്യുമ്പോൾ ഈ വാഷർ അല്ലെ ഈ മെഷീൻ എന്ത് ചെയ്യുന്നുണ്ട്, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സുകൾ പുറപ്പെടുവിച്ച് അവിടെ എന്താണ് മെക്കാനിക്കൽ വൈബ്രേഷൻ അല്ലെ. വൈബ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ഇങ്ങനെ വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ എന്താണ് ബബിൾസ് പുറപ്പെടുവിക്കും. ബബിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുമിളകൾ വരും അല്ലെ. കുമിളകൾ വരുമ്പോ ഈ ടൂൾസിന്റെ ഉള്ളിലേക്ക് ആ കുമിളകൾ തട്ടി തട്ടി എന്ത് ചെയ്യുന്നുണ്ട്, വേസ്റ്റുകൾ പുറത്തേക്ക് പോകുന്നുണ്ട്. അങ്ങനെയാണ് അവിടെ ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ആക്കുന്നത്. ക്ലിയർ ആയോ? ഈ അൾട്രാസോണിക് വാഷർ എന്ന് പറഞ്ഞത് സർജിക്കൽ ടൂൾസ് യൂസ് ചെയ്യുന്ന ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു മെഷീനാണ്. ഇതെങ്ങനെയാണ് പ്രവർത്തിപ്പിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് പുറപ്പെടുവിക്കുമ്പോ എന്താണ് അവിടെ വൈബ്രേഷൻ ഉണ്ടാകുന്നുണ്ട്. വൈബ്രേഷൻ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്മോൾ ബബിൾസ് അല്ലെ കുമിളകള് എന്ത് ചെയ്യുന്നുണ്ട് ഈ ടൂൾസിൽ ഈ മെഷീൻസ് ഈ ഇൻസ്ട്രുമെന്റ്സിൽ തട്ടുമ്പോ
അതിൽ നിന്ന് ചിലപ്പോ ഇടയിലൊക്കെ ഇങ്ങനെ കയറിയിരിക്കുന്നുണ്ടാവാം. അപ്പൊ എന്താണ്, ഇടയിലൊക്കെ കയറിയിരിക്കും ബബിൾസ് വന്ന് തട്ടി തട്ടി വേസ്റ്റുകള് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? അത്രയും. After the tools are washed, they are dried in the oven dryer and transferred into the packing area. പിന്നെ എന്ത് ചെയ്യുന്നത് അല്ലെ, ബബിൾസ് ഒക്കെ ബബിൾസ് തട്ടുമ്പോ വേസ്റ്റുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പുറത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ അത് ഇൻസ്ട്രുമെന്റ്സ് ക്ലീൻ ആയി അല്ലെ, വാഷ് ആക്കിയതിനു ശേഷം ഉണക്കുന്നുണ്ട് അല്ലെ, ഡ്രൈ ചെയ്യുന്നുണ്ട്. ഓവൻ ഡ്രയറിലിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ക്ലീൻ ഉണക്കുന്നുണ്ട്. അതിനുശേഷം പാക്കിംഗ് ഏരിയയിലോട്ട് ആ ടൂൾസുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റ്സുകൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയോ? ക്ലീനിങ് ഏരിയ ഒന്നുകൂടി മിസ് പറഞ്ഞു തരാം. എന്താണ് ക്ലീനിങ് ഏരിയയിലോട്ട് വരുന്ന ഇൻസ്ട്രുമെന്റ്സുകൾ എന്താണ്, ചിലപ്പോ കൈ കൊണ്ട് കഴുകാം അല്ലെങ്കിൽ മിഷൻ വെച്ച് കഴുകിയിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. അപ്പൊ കൈ കൊണ്ട് കഴുകുക, മാനുവലി കഴുകുകയാണെങ്കിൽ എന്താണ്, എന്തൊക്കെ ആവശ്യമാണ്, വാട്ടർ ആവശ്യമാണ് അല്ലെ, വാട്ടർ സപ്ലൈ ആവശ്യമാണ്, ഡിറ്റർജന്റ് ആവശ്യമാണ്, പലതരത്തിലുള്ള പല ഷേപ്പിലുള്ള അല്ലെങ്കിൽ പല സൈസിലുള്ള ബ്രഷുകൾ വെച്ചിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് അത് ആവശ്യമാണ്. പിന്നെ എന്താ പറയുന്നത്, അൾട്രാസോണിക് വാഷർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, സർജിക്കൽ ടൂൾസ് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു മിഷനാണ്. ഇമ്പോർട്ടന്റ് ആണ്, ഞാൻ ഇപ്പോഴും പറയണേ, ഇമ്പോർട്ടന്റ് ആണ്, മറക്കരുത്. എഴുതി വെച്ച് അല്ലെങ്കിൽ നല്ല രീതിയിൽ റെഡ് പെൻ കൊണ്ട് അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ട് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ടുള്ള പറ്റുന്ന രീതിയിൽ പഠിക്കണം കേട്ടോ. ഇനിയും വരുന്നുണ്ട് വേറെ തരത്തിലുള്ള ടൂൾസുകൾ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി എന്താ പറയുന്നത്, ഹൈ ഫ്രീക്വൻസി അല്ലെ, ഈ അൾട്രാസോണിക് വാഷർ എന്ന് പറയുന്നത് എന്താണ്, ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് ആണ് പുറപ്പെടുവിക്കുന്നത്. അപ്പൊ അങ്ങനെ പുറപ്പെടുവിക്കുമ്പോൾ എന്താണ്, വൈബ്രേഷൻ ഉണ്ടാവുന്നുണ്ട്. വൈബ്രേഷൻ ഉണ്ടാകുമ്പോൾ ഇങ്ങനെ വൈബ്രേഷൻ സംഭവിക്കുമ്പോൾ കുമിളകള്, സ്മോൾ കുമിളകള് വരുന്നുണ്ട്. ഈ കുമിളകൾ വരുമ്പോൾ എന്താണ് പറയുന്നത്, ഓരോ ഐറ്റംസിന്റെ ഉള്ളില് ആ കുമിളകൾ തട്ടുമ്പോൾ പലതരത്തിലുള്ള വേസ്റ്റുകൾ ഉണ്ടെങ്കിൽ അത് പോവാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അത് ഇൻസ്ട്രുമെന്റ്സ് വാഷ് ചെയ്തെടുത്ത് ഓവൻ ഡ്രയറിലിട്ട് ഉണക്കിയതിനു ശേഷം ആണ് പാക്കിംഗ് ഏരിയയിലോട്ട് ഐറ്റംസ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഓക്കെ ആണോ? ഓക്കെ ആണോ? ഓക്കെ. ഇനി എന്താണ് പാക്കിംഗ് ഏരിയ. ഇനി നെക്സ്റ്റ് ആണ്, മൂന്നാമതായിട്ട് പറയുന്നതാണ് പാക്കിംഗ് ഏരിയ. Clean and dried instruments are packed before sterilization so that they are not changed while handling after they are sterilized. എന്താ പറയുന്നത്, സ്റ്റെറിലൈസേഷന് മുൻപ് അല്ലെ, ബിഫോർ സ്റ്റെറിലൈസേഷൻ എന്നാ പറയുന്നത്. സ്റ്റെറിലൈസേഷന് മുൻപ് ഐറ്റംസ് എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്, പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. സ്റ്റെറിലൈസേഷന് ശേഷമാണ് പാക്ക് ചെയ്ത് വെക്കണമെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മളിപ്പോ കൈ കൊണ്ടൊക്കെ ചിലപ്പോ കൈ തൊട്ടിട്ടുണ്ടെങ്കിൽ എന്താണ്, വീണ്ടും അത് മലിനമാകുന്നതല്ലേ. അപ്പോ ഇവിടെ പറയുന്നത് എന്താണ്, സ്റ്റെറിലൈസേഷന് ശേഷം, സ്റ്റെറിലൈസേഷന് മുൻപ്, ബിഫോർ സ്റ്റെറിലൈസേഷൻ എന്താണ്, സ്റ്റെറിലൈസേഷന് മുൻപ് എന്ത് ചെയ്ത് വെക്കുന്നുണ്ട്, ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. മനസ്സിലായോ? അത് നമ്മളിപ്പോ കൈയൊക്കെ കൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ വീണ്ടും അണുക്കള് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. സ്റ്റെറിലൈസേഷനും മുൻപാണ് ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കുന്നത്. മോസ്റ്റ് ഓഫ് ദ ഐറ്റംസ് ആർ പാക്ഡ് in trays which are covered with the double layer of cotton cloth. Paper envelopes are also available. എന്താ പറയുന്നത്, ഇവിടെ മിസ് പറഞ്ഞില്ലേ, സ്റ്റീം ഉപയോഗിച്ചും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഗ്യാസ് ഉപയോഗിച്ചും സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞില്ലേ, ഓർക്കുന്നുണ്ടോ നിങ്ങള്? അപ്പോ സ്റ്റീം ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ എന്താണ്, കോട്ടൺ ക്ലോത്തോ അല്ലെങ്കിൽ പേപ്പർ എൻവലപ്സ് ഉപയോഗിച്ച് ഡബിൾ ലെയർ വെച്ചിട്ടാണ് പാക്ക് ചെയ്ത് വെക്കുന്നത്, ഐറ്റംസ് കവർ ചെയ്ത് വെക്കുന്നത്. ക്ലിയർ ആയോ? സ്റ്റീം ഉപയോഗിച്ചാണ് ചെയ്യുന്നതെങ്കിൽ, മനസ്സിലായോ, ആവിയിലാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതെങ്കിൽ എങ്ങനെയൊക്കെയാണ്, പേപ്പർ എൻവലപ്സും കോട്ടൺ ക്ലോത്ത്സും ഉപയോഗിച്ച് ഡബിൾ ലെയറിലാണ് ഐറ്റംസ് കവർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ എന്താണ്, അടിയിൽ നോക്കി, ഈ സ്റ്റെറിലൈസേഷൻ, ഈ സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല് കെമിക്കൽ ഗ്യാസ്, അടിയിൽ കണ്ടോ,
കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. അപ്പോ ഗ്യാസ് ഉപയോഗിച്ച് സ്റ്റെറിലൈസേഷൻ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അതാണ് ETO സ്റ്റെറിലൈസേഷൻ. ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് ETO സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അതെന്താണ്? ഇഫക്റ്റീവ് ബട്ട് കോസ്റ്റ്ലി പ്ലാസ്റ്റിക് ബാഗ്സ്. എന്താണ്? ഇഫക്റ്റീവ് ആണ്, വളരെ ഇഫക്റ്റീവ് ആണ്. എന്നിരുന്നാലും എന്താണ്? ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും. പിന്നെ എന്താ പറയുന്നത്? പ്ലാസ്റ്റിക് ബാഗിലായിരിക്കും ഐറ്റംസ് കവർ ചെയ്ത് വെക്കുന്നത്. അപ്പോ സ്റ്റീം ഉപയോഗിച്ച് നമ്മൾ സ്റ്റെറിലൈസേഷൻ ചെയ്യുകയാണെങ്കിൽ എന്താണ്? പേപ്പർ എൻവലപ്സ്, കോട്ടൺ ക്ലോത്ത്സ് ഉപയോഗിച്ചിട്ട് ഡബിൾ ലെയറിലാണ് ഐറ്റംസ് കവർ ചെയ്ത് വെക്കുന്നത്. ETO സ്റ്റെറിലൈസേഷൻ അന്ന് പറഞ്ഞു തരാട്ടോ, ഇതിനകത്തിൽ വരുന്നുണ്ട്, പറയാത്തത്. അപ്പൊ ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല് ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ എങ്ങനെയാണ്? ഗ്യാസ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ വളരെ ഇഫക്റ്റീവ് ആയിരിക്കും, ബട്ട് എന്താണ്? കോസ്റ്റ്ലി ആണ്, വളരെ കാശ് കൂടുതലാണ്. പിന്നെ എന്താണ്? പ്ലാസ്റ്റിക് ബാഗിലാണ് അത് എന്ത് ചെയ്ത് വെക്കുന്നത്? കവർ ചെയ്ത് വെക്കുന്നത്. ഓക്കെ ആണോ? അത്രയും പോയിന്റ് മനസ്സിലായോ? ETO സ്റ്റെറിലൈസേഷൻ ആൻഡ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ. ഓക്കെ അല്ലേ? ഇനി എന്താ പറയുന്നത്? ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? പാക്ക് ചെയ്തിട്ട് സീൽ ചെയ്യുന്നുണ്ട്. ദ ഇൻസ്ട്രുമെന്റ്സ് ആർ ട്രാൻസ്ഫേർഡ് ടു സ്റ്റെറിലൈസേഷൻ. ഇനി എന്താണ്? പാക്കിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലോട്ട് പോകുന്നത് അല്ലെ. സ്റ്റെറിലൈസേഷൻ എന്താണ്? സ്റ്റെറിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ കൈ കൊണ്ടൊക്കെ ചിലപ്പോൾ തൊട്ടിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും മലിനമാകാം, അല്ലെ, അണുക്കള് ഉണ്ടാവാം. അപ്പൊ അതിന് അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാക്ക് സ്റ്റെറിലൈസേഷന് മുമ്പ് എന്ത് ചെയ്യണം? പാക്ക് ചെയ്യണം എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഒന്നുകൂടി പറയാം കേട്ടോ. പാക്കിംഗ് ഏരിയയിൽ പറയുന്നത് എന്താണ്? സ്റ്റെറിലൈസേഷന് മുമ്പ് ഐറ്റംസ് പാക്ക് ചെയ്ത് വെക്കണം. പിന്നെന്താ പറയുന്നത്? ഇപ്പോ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉണ്ട്, പിന്നെ അതുപോലെ ETO സ്റ്റെറിലൈസേഷൻ ഉണ്ട്. സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണെങ്കിൽ നമ്മൾ ഐറ്റംസ് എങ്ങനെയാ കവർ ചെയ്ത് വെക്കുന്നത്? കോട്ടൺ ക്ലോത്ത്സും പേപ്പർ എൻവലപ്സും ഉപയോഗിച്ചിട്ട് ഡബിൾ ലെയറിലാണ് കവർ ചെയ്ത് വെക്കുന്നത്. അതുപോലെ ETO സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞാല് ഗ്യാസ് യൂസ് ചെയ്ത്, കെമിക്കൽ ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. അപ്പൊ എന്താണ്? മോർ ഇഫക്റ്റീവ് ആയിരിക്കാം, അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് മോർ ഇഫക്റ്റീവ് ആയിരിക്കാം, ബട്ട് എന്താണ്? കോസ്റ്റ്ലി ആണ്, വില കൂടുതലാണ്. അതുപോലെ പ്ലാസ്റ്റിക് ബാഗുകളിലാണ് ഐറ്റംസ് കവർ ചെയ്ത് വെക്കുന്നത്. ആഫ്റ്റർ പാക്കിംഗ് ആൻഡ് സീലിംഗ് അല്ലെ, പാക്ക് ചെയ്ത് അതിനുശേഷം സീൽ ചെയ്തിട്ട് പിന്നീടാണ് സ്റ്റെറിലൈസേഷൻ ഏരിയയിലേക്ക് ഇൻസ്ട്രുമെന്റ്സ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. ക്ലിയർ ആയോ? വായിച്ചു നോക്കട്ടാ. ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് എടുക്കട്ടെ മിസ്? ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക്? നെക്സ്റ്റ് പോർഷൻ നോക്കാം. അടുത്തത് എന്താണ്? അടുത്ത ഏരിയ എന്താണ്? സ്റ്റെറിലൈസേഷൻ ഏരിയ അല്ലെ, വ്യക്തമാക്കുന്ന ഏരിയ അല്ലെ. ആ സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് രണ്ട് മെത്തേഡാണ്. ഏതൊക്കെ മെത്തേഡാണ്? ഒന്ന് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ഉണ്ട്, പിന്നെ എന്താണ്? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ഫസ്റ്റ് നോക്കാം ഓട്ടോക്ലേവ്സ് അല്ലെ. ഓട്ടോക്ലേവ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീനുകളാണ്. താഴത്ത് കണ്ടോ നിങ്ങള്? ഓട്ടോക്ലേവ്സ്, ടൈപ്സ് ഓഫ് ഓട്ടോക്ലേവ്സ് സ്റ്റെറിലൈസേഷൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന മെഷീനാണ് കേട്ടോ. അപ്പോ നമ്മള് ഓട്ടോക്ലേവ്സ് എന്താണ്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ അല്ലെ, ആവി ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. നോക്കാം. സ്റ്റീം അണ്ടർ പ്രഷർ is the most affordable method of sterilization അല്ലെ. ഈ സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറഞ്ഞത് എന്താണ്?
ഭൂരിഭാഗം ഐറ്റംസ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് അല്ലെ, നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്റ്റെറിലൈസേഷൻ ആണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത്. ഭൂരിഭാഗം ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് സ്റ്റീം സ്റ്റെറിലൈസേഷൻ വഴിയാണ്. മറ്റേ ഗ്യാസിന്റെ മീൻസ് പറഞ്ഞില്ലേ മോർ കോസ്റ്റ്ലി ആയിരിക്കും അല്ലെ, അതുകൊണ്ട് എന്താണ് അത്ര എന്താണ് പറയാ ഇതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ടുള്ളത് എന്താണ് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. അതാണ് മോസ്റ്റ് അഫോർഡബിൾ എന്ന് പറയുന്നത്. ഇനി എന്താ പറയുന്നത്, ഓട്ടോക്ലേവ് പ്രൊഡ്യൂസ് സ്റ്റീം ദാറ്റ് ടെമ്പറേച്ചർ ഓഫ് 121 ഡിഗ്രി സെന്റിഗ്രേഡ് അണ്ടർ 15 pounds ഓഫ് പ്രഷർ. എന്താ പറയുന്നത്, ഓട്ടോക്ലേവ്സ് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആവി പ്രൊഡ്യൂസ് ചെയ്തിട്ട് ടെമ്പറേച്ചർ എങ്ങനെയാ വരുന്നത്, 121 ഡിഗ്രി സെന്റിഗ്രേഡില്. അതിന്റെ പ്രഷർ എങ്ങനെയാണ് 15 pounds അല്ലെ. പൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് പൗണ്ട്സ് എന്ന് പറഞ്ഞാല് യൂണിറ്റ്സ് ഓഫ് മെഷറിംഗ് വെയിറ്റ് കേട്ടോ, യൂണിറ്റ്സ് ഓഫ് മെഷറിംഗ് വെയിറ്റ്. അപ്പോ എന്താണ് ഓട്ടോക്ലേവ് എന്ത് ചെയ്യുന്നത്, സ്റ്റീം പ്രൊഡ്യൂസ് ചെയ്ത് അതിന്റെ ടെമ്പറേച്ചർ അല്ലെ 121 ഡിഗ്രി സെന്റിഗ്രേഡില് പിന്നെ 15 ഡിഗ്രി പൗണ്ട് പ്രഷറും കൊടുക്കുന്നുണ്ട്. അത്രയും 121 ഡിഗ്രി സെന്റിഗ്രേഡിലാണ് ടെമ്പറേച്ചർ പ്രൊവൈഡ് ചെയ്യുന്നത്. അത്രയും ഇതിലാണ് സ്റ്റീം ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അതിന്റെ എന്ത് ടെമ്പറേച്ചർ. പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അണ്ടർ 15 pounds ഓഫ് പ്രഷർ കൊടുക്കുന്നുണ്ട്. ക്ലിയർ ആയില്ലേ, ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി അത്. പിന്നെ എന്താ പറയുന്നത്, ദിസ് ഇസ് ദ പ്രോസസ് 20 minutes ഇസ് നീഡഡ് ടു സ്റ്റെറിലൈസ്. അതൊന്നും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എത്ര മിനിറ്റ് ആണ് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത്, 20 minutes അല്ലെ. 20 minutes ആണ് ഐറ്റംസുകൾ സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട്, അണുനശീകരണം വരുത്താനായിട്ട് യൂസ് ചെയ്യുന്നത്. ഈ പ്രോസസ്സ് എത്ര മിനിറ്റ് ആണ് ചെയ്യുന്നത്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് 20 minutes. ഓക്കെ, അപ്പൊ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെഷീൻ ആണ് ഓട്ടോക്ലേവ്സ്. എന്താ പറയുന്നത്, സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് മോസ്റ്റ് അഫോർഡബിൾ ആയിട്ടുള്ള സ്റ്റെറിലൈസേഷൻ മെത്തേഡ്. പിന്നെന്താ പറയുന്നത്, അതിന്റെ ഈ മിനിറ്റ്സിലെ ആ പ്രോസസ് ചെയ്യാനായിട്ടുള്ള മിനിറ്റ്സ് എന്ന് പറയുന്നത് 20 minutes ആണ്. അതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ അല്ലെ, മാറിപ്പോയത് കണ്ണടിക്കിടും. ഓട്ടോക്ലേവ് എന്ന് പറഞ്ഞാല് സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്, 20 minutes ആണ് എന്ത് അത് ചെയ്യാനായിട്ടുള്ള പ്രോസസ് ചെയ്യാനായിട്ടുള്ള ടൈം. ക്ലിയർ ആയില്ലേ ഇത്രയും കാര്യം? ഓക്കെ ആണോ? ഓക്കെ, ഇനി എന്താ പറയുന്നത്, അടുത്തതല്ലേ ETO. ETO എന്ന് പറഞ്ഞാൽ എന്താണ്, ഓക്സിമിഷൻ യൂസ് ചെയ്തുകൊണ്ട് കെമിക്കൽ ഗ്യാസിന്റെ സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്. ഇതെന്താ പറഞ്ഞത്, വെരി കോസ്റ്റ്ലി ആണ് അല്ലെ, വെരി കോസ്റ്റ്ലി ആണ്. അതുകൊണ്ട് എന്താണ് കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ചിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്, ETO സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ആ പേര് മാറിപ്പോയത് കേട്ടോ. അപ്പോ ETO സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത്, കെമിക്കൽ ഗ്യാസ് യൂസ് ചെയ്തുകൊണ്ട്. പിന്നെ എന്താ പറഞ്ഞത്, ഓട്ടോക്ലേവ് അല്ലെ. സ്റ്റീം സ്റ്റെറിലൈസേഷന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിന്റെ പേരെന്താ, അല്ലെങ്കിൽ മെഷീന്റെ പേരെന്താണെന്ന് പറഞ്ഞാല് ഓട്ടോക്ലേവ്. അങ്ങനെ ഇങ്ങനെ മാറരുത് കേട്ടാ. പിന്നെന്താ പറഞ്ഞത്, ഈ മെത്തേഡ് ഇതിനെ കുറിച്ച് നോക്കാം നമുക്ക്. ദിസ് മെത്തേഡ് ഇസ് പ്രൈമറിലി യൂസ്ഡ് ഫോർ ഹീറ്റ് റെസ്പോൺസീവ് and moisture responsive material like cardiac catheter, plastic items and endoscopy. അപ്പൊ കെമിക്കൽ ഗ്യാസ് ഉപയോഗിച്ച് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത് ഏതൊക്കെ ഐറ്റംസുകളാണ് അല്ലെങ്കിൽ ഏതൊക്കെ മെറ്റീരിയൽസ് ആണ്, കാർഡിയാക് കത്തീറ്റർ, പ്ലാസ്റ്റിക് ഐറ്റംസ്, എൻഡോസ്കോപ്പിക്ക് ഉപയോഗിക്കുന്ന ഐറ്റംസുകൾ അല്ലെ. നമ്മള് ഇപ്പൊ പ്ലാസ്റ്റിക് ഐറ്റംസ് ഒക്കെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ്, അത് ഉരുക്കി പോവാനായിട്ടുള്ള സാധ്യതകൾ ഉണ്ട് അല്ലെ. അതുകൊണ്ടാണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ നടത്തുന്നത് പ്ലാസ്റ്റിക് ഐറ്റംസിന്. അതുപോലെ എൻഡോസ്കോപ്പി, പിന്നെ എന്താണ് കാർഡിയാക് കത്തീറ്റർ അല്ലെ. കത്തീറ്റർ അറിയാലോ, ഒരു സ്മോൾ ടൈനി ട്യൂബ് ആണ് അല്ലെ, നമ്മള് ഹൃദയത്തിന്റെ അല്ലെ. അറിയോ കാർഡിയാക് കത്തീറ്റർ, ഓർമ്മയുണ്ടോ പറഞ്ഞത്? അറിയാം. ഓക്കെ,
ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്താണ് ഈ പ്ലാസ്റ്റിക് ട്യൂബുകളൊക്കെ സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് പെട്ടെന്ന് അത് ഉരുകി പോവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ഇതെന്താണ് മോർ കോസ്റ്റ്ലി ആണ് ട്ടോ, മറക്കരുതേ. ഇറ്റ് ഈസ് അടുത്തത് വന്നത് നോക്കിയേ, അടുത്ത സെന്റൻസ്. ഇറ്റ് ഈസ് എ കോസ്റ്റ്ലി മിഷൻ ആൻഡ് യൂസ് പോയ്സൺസ് ഗ്യാസ് due to which it is necessary to make sure that these items are to be free of gas molecules before using them on a patient. എന്താ പറയുന്നത് ഈ മിഷൻ എന്താണ് കോസ്റ്റ്ലി ആണ്. അതുപോലെ എന്താണ് പോയിസൺസ് ഗ്യാസ് യൂസ് ചെയ്തിട്ടാണ് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നത്. ക്ലിയർ ആയല്ലേ? പിന്നെന്താ പറയുന്നത്, ഇപ്പോ പേഷ്യൻസിന് ഐറ്റംസ് സ്റ്റെറിലൈസേഷൻ ചെയ്തിട്ട് യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഐറ്റംസിൽ ആ ഇൻസ്ട്രുമെന്റ്സില് ഗ്യാസ് മോളിക്കുലേഴ്സിന്റെ ഐറ്റംസ് എന്തെങ്കിലും പാർട്സുകളോ അല്ലെങ്കിൽ ആ ഗ്യാസ് മോളിക്കുലേഴ്സിന്റെ എന്തെങ്കിലും പാർട്ടുകൾ ഇരിപ്പുണ്ടോ എന്ന് വേണം നോക്കാനായിട്ട്. നോക്കിയിട്ട് വേണം പേഷ്യൻസിന് അത് യൂസ് ചെയ്യാൻ. ക്ലിയർ ആയോ? ഗ്യാസ് മോളിക്കുലേഴ്സിന്റെ എന്തെങ്കിലും എന്താ പറയാ എന്തെങ്കിലും ഒരു ഇതുണ്ടോ അല്ലെങ്കിൽ അവിടെ ആ ഐറ്റംസിൽ ആ ഇൻസ്ട്രുമെന്റ്സിൽ അതിന്റെ അംശം ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്തിട്ട് വേണം പേഷ്യൻസിന് യൂസ് ചെയ്യാനായിട്ട് ആ എക്യുപ്മെന്റ്സ് യൂസ് ചെയ്യാൻ. ക്ലിയർ ആയില്ലേ? എന്താ പറയുന്നത്, the entire cycle may take up to 8 to 12 hours. ഇതെന്താ സ്റ്റെറിലൈസേഷൻ ചെയ്യാൻ എടുക്കുന്ന ടൈം എത്രയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഏതാണ് 8 to 12 hours അല്ലെ. നമ്മൾ ഒരു ദിവസത്തിന്റെ എന്താണ് പകുതി അല്ലെ, 24 hours ആണ് അല്ലെ, അതിന്റെ പകുതി എടുക്കുന്നുണ്ട് ഇത് സ്റ്റെറിലൈസ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ എന്താണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് ഏതാണ്? സ്റ്റീം സ്റ്റെറിലൈസേഷൻ ആണ്. അതെന്താണ് മോസ്റ്റ് അഫോർഡബിൾ ആണ്. പിന്നെന്താ പറയുന്നത്, അതിന്റെ അവേഴ്സ് എന്താ പറയുന്നത് 20 minutes ആണ് സ്റ്റീം സ്റ്റെറിലൈസേഷന്റെ. ഇതിന്റെ എന്താ ഗ്യാസ് കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷന്റെ ടൈം എന്ന് പറയുന്നത് 8 to 12 hours ആണ്. അതുപോലെ എന്താണ് ഹൈ കോസ്റ്റ്ലി ആണ്. ക്ലിയർ ആയോ? ഇത്രയും കാര്യങ്ങൾ ഡിഫറൻസ് മനസ്സിലായില്ലേ? ഓക്കെ ആണോ? കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷൻ ഓക്കെ. ഇത്രയും വരെ മിസ് എടുക്കുന്നുള്ളൂ കേട്ടോ. ഒന്ന് ഇത്രയും വരെ മക്കൾക്ക് ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ ആണോ? ഓക്കെ, താങ്ക് യു. ഇത്രയും വരുമ്പോ പഠിച്ചിട്ട് വന്നോട്ടെ. നാളെ വരുമ്പോ മറക്കരുത്, എഴുതി വെച്ച് പഠിക്കുക എല്ലാ കാര്യങ്ങളും. ഓർഗാനോഗ്രാം അതുപോലെ ഫ്ലോ ചാർട്ടുകൾ 2 ഉണ്ട്. പിന്നെ എന്താണ് സ്റ്റീം സ്റ്റെറിലൈസേഷനും EOT അതിന്റെയും ഇതും പഠിക്കുക കേട്ടോ. ETO കെമിക്കൽ ഗ്യാസ് സ്റ്റെറിലൈസേഷനും നല്ല രീതിയിൽ പഠിക്കുക കേട്ടോ. മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ഓരോ. താങ്ക് യു.